Fan salute. സാറേ വെള്ളം കുടിക്കണം. ഓ ശ്വാസം കിട്ടുന്നല്ലോ. ദേ പിടിച്ചോ. ഹലോ 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 എടുക്കടേ. ഡേ മാധവേ, സുമേഷേ, നാളത്തെ കാര്യം മറക്കല്ലേ കേട്ടാ. നാളെ നേരത്തെ വരണം. ഡേ നീ മറക്കായിരുന്നാ മതി. പിന്നെ വരുമ്പോ മറ്റേ ഐറ്റങ്ങൾ കൊണ്ടുവരണേ. സാറേ ഗുഡ് മോർണിംഗ്. സാർ ടീച്ചർ ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ടീച്ചർ അപ്പോൾ നാളെ നമ്മുടെ സ്കൂളിൽ ശാസ്ത്രമേളയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും? ആരൊക്കെ എന്തൊക്കെ ചെയ്യാനാ പ്ലാൻ? ഞാൻ സോളാർ ഇലക്ട്രിസിറ്റി ടീച്ചർ. ആ ഗുഡ്. ടീച്ചർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. യു? ടീച്ചർ റോബോട്ടിക് ടോയ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത് മസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ഇത് ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ശാസ്ത്ര അവബോധം നൽകും. മെല്ലെ മെല്ലെ അല്ലേ നമ്മൾ ഓരോന്ന് പഠിച്ചെടുക്കുക. ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ അതിന് തീർച്ചയായിട്ടും നന്നായി സഹായിക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആൻഡ് നൗഫൽ, യു ഷുഡ് ബി ദ വോളണ്ടിയർ. ഓക്കെ, ഓൾ റൈറ്റ്. ഇത് ഇവിടെ ഇവിടെ കിട്ടാത്ത സാധനമാണ്. റെയർ പീസാണ്. എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ അങ്ങേ അടുത്തൊന്ന് കൊണ്ടുവരാൻ. പിന്നെ ഇതാരും അറിയല്ലോ, പ്രത്യേകിച്ച് നീ ആരും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഡേയ് നീ കൂടുതൽ സംസാരിക്കാതെ ഇങ്ങോട്ട്, ഞാൻ നോക്കിക്കോളാം. ഓ ഒരുപാട് മത്സ്യം ചെയ്തിട്ടല്ലേ സാധനം സ്പെഷ്യൽ. സത്യം. ഡേയ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതിനെ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? ഡേയ് സിഗരറ്റും പിടിയും പോലെ ചുമ്മാ കിട്ടുന്ന സാധനമൊന്നുമല്ല, പൈസ ഇറക്കണം. നീ ഒന്ന് ശ്രമിച്ചു നോക്കുവോ? ശ്രമിച്ചു നോക്കാം. നീയൊക്കെ ഇന്നലെ എവിടെ ആയിരുന്നോ? ഓ കുറച്ച് നാളായി ഞാൻ കാണുന്നു. എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ, പിന്നെ നിന്നെ ഒന്ന് പിടിച്ചാൽ കിട്ടത്തില്ല. നീയൊക്കെ ഇരിഞ്ഞ് തീരും. ഓടെ നീ വാ, ഒരു ഉപദേശം ഒന്നിരിക്കും.
നമുക്കെല്ലാം വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ രതീഷ് കുമാർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. അത്തരത്തിലൊരു അത്ഭുതമാണ് നമുക്ക് ഇന്നലെ ഇവിടെ ദർശിക്കാനായത്. ലഹരി മരുന്നുകൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു അസ്ഥികൂടം. ആ അസ്ഥികൂടമാകട്ടെ നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയും നമ്മളെ ആശ്ചര്യഭരിതരാക്കുകയും ചെയ്തു. അത് നിർമ്മിച്ചത് നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ 9ാം ക്ലാസ്സുകാരൻ നൗഫൽ. നൗഫൽ, പ്ലീസ് കം. ഈ ശാസ്ത്രമേളയിൽ എനിക്ക് പങ്കെടുക്കാൻ പ്രചോദനമായത് എൻ്റെ കൂട്ടുകാരാണ്. നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെയോ വലിച്ചേർത്ത ലഹരിയുടെ ബാക്കിയുണ്ട് ഞാൻ ഇന്നലത്തെ ശാസ്ത്രമേളയിൽ നിർമ്മിച്ചത് എൻ്റെ ചേട്ടനെയാണ്. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തിരുന്ന എൻ്റെ ഏട്ടൻ ഒടുവിൽ കടുത്ത ലഹരിക്ക് അടിമയായി. ആ ശരീരം അവസാനം ഒരസ്ഥി മാത്രമായി. കഴിഞ്ഞ വർഷം എനിക്കെൻ്റെ ഏട്ടനെ നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, പഠിത്തം മാത്രമല്ല എൻ്റെ ഉത്തരവാദിത്തം, പോരാട്ടം കൂടിയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം. എൻ്റെ ഒരു കൂട്ടുകാരും ലഹരിക്ക് പുറകെ പോരുന്നു. സാർ, ഞാനൊരു നമ്പർ തന്നാൽ അതിലേക്കൊന്ന് വിളിക്കൂ. ഓക്കെ. സ്റ്റെപ്പ് റെഡി എന്ന മെസ്സേജ് വരുന്നത് ഈ നമ്പറിൽ നിന്നാണ്. ഹലോ 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 ആരാ? ഹലോ